ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തംബ്നെയിൽ കണ്ടതുപോലെ സാലറിയും വേണ്ട, ഇൻകം പ്രൂഫും വേണ്ട, 20 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവർക്ക് സുനിശ്ചിതമായിട്ടും ലോൺ കിട്ടുന്ന കിഡ്ലം RBI രജിസ്റ്റേർഡ് ആപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനു മുൻപും ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് പേഴ്സണൽ ലോൺ കിട്ടിയിട്ടുണ്ട് സാലറി ഇല്ലാതെ. അപ്പോൾ ഞാൻ ഈ ഒരു ലോൺ ആപ്പ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ സബ്സ്ക്രൈബർ വൈസ് സാലറി ഇല്ലാതെ, അതായത് ഇത്രയും ഏജിലും ഏറ്റവും കൂടുതൽ ലോൺ കൊടുത്തിരിക്കുന്ന ഒരു കിഡ്ലം ആപ്പ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ആപ്പ് ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഈ ആപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. അതായത് നേരത്തെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സാലറി ബാങ്ക് വഴിയാണെന്ന് ചോദിക്കും, ബാങ്ക് വഴി തന്നെ കൊടുക്കുക. പിന്നെ സാലറിയിലാണെന്ന് ചോദിക്കുമ്പോൾ സാലറിയിലാണെന്ന് കൊടുക്കുക. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ഭാഗം നിന്ന് മാറി വേറൊരു പ്രൊഫൈലിലേക്ക് നിങ്ങൾ ലോഗിൻ ആവും. അവിടെയാണ് വിത്തൗട്ട് സാലറി ഓപ്ഷനിൽ നിങ്ങൾക്ക് ലോൺ കിട്ടുന്നത്. ആദ്യം ഞാൻ കാണിച്ചു തരാം. ആദ്യം അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് 15 കിട്ടിയത്, പിന്നെ അത് 25 കിട്ടി. ഇനി അടുത്ത തവണ ചിലപ്പോൾ 50,000 രൂപയായിരിക്കാം. അതിൻ്റെ പ്രൂഫും കാര്യങ്ങളുമെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് സിബിൽ, ഏകദേശം 675ഓളം സിബിൽ വേണം. സിബിൽ ഡിഫോൾട്ടേഴ്സ് ഉണ്ടല്ലോ, ലോൺ എടുത്തിട്ട് ഇതുവരെ അടയ്ക്കാത്തവരോ അല്ലെങ്കിൽ വല്ല സെറ്റിൽമെൻറ്റ് കേസുള്ളവർ ഇതിൻ്റെ ഒരു ഭാഗത്ത് അടുക്കുകയേ വേണ്ട, കിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പ്രൂഫ്. ഇൻസ്റ്റൻറ്റ് ലോൺ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മുകളിൽ കാണാം. അവിടെ 25,000 രൂപ. ഞാനത് 5 ജൂലൈ 2024 അത് നിങ്ങൾക്ക് എൻ്റെ ഡ്യൂ ഡേറ്റാണ്, അടയ്ക്കാനുള്ള ഡേറ്റാണ് കാണിക്കുന്നത്. ആദ്യമേ ഞാൻ എടുത്തിരിക്കുന്നത് 15,000 രൂപയാണ്. ഇൻസ്റ്റാ ലോൺ എന്ന് പറഞ്ഞാൽ അവിടെ കാണാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഇതാണ്. 9 മാസത്തേക്കാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അത് ടോപ്പപ്പ് ചെയ്തു. ഈ ടോപ്പപ്പ് ചെയ്തതിന് ശേഷം എനിക്ക് വന്ന തുകയാണ് 25,000 രൂപ. അതായത് ഈ 15,000-ൽ ഒരു 5,000 രൂപ എനിക്ക് അടയ്ക്കാനുണ്ടായിരുന്നു. അത് അടച്ചതിന് ശേഷം എനിക്ക് കയ്യിൽ കിട്ടിയത് ഏകദേശം 19,500 രൂപയാണ് എനിക്ക് കയ്യിൽ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റായി വരുന്നേ ഉള്ളൂ. അതിൻ്റെ താഴെ സിബിൽ സ്കോർ കാണാം. എൻ്റെ സിബിൽ സ്കോർ തന്നെയാണ് 765. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മദറും ഇത് എടുത്തിരുന്നു. അവർക്ക് ഏകദേശം 66 വയസ്സുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു തംബ്നെയിലിൽ 20 വയസ്സ് മുതൽ 66 വയസ്സ് വരെ എന്ന് പറഞ്ഞത്. ഇതാണ് എനിക്ക് വന്ന ആ ഒരു വെൽക്കം ലെറ്റർ. ലോണിൻ്റെ ഫുൾ ഡീറ്റെയിൽസും രണ്ടാമത് കിട്ടിയ സകല ഡീറ്റെയിൽസും അടങ്ങിയ ആ ഒരു റെക്കോർഡാണ് ഈ വന്നിരിക്കുന്നത്. നമുക്ക് ഈ PDF ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ PDF ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് ലൈൻ എന്ന് പറഞ്ഞ് കാണാം. അതൊന്നും കൊടുത്തിട്ടില്ല. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓക്കെ, ചാനൽ പാർട്ണർ മണി വ്യൂ, അതുപോലെ തന്നെ ലോൺ ID, ലോൺ എമൗണ്ട് 25,000 കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ഡിസ്ബഴ്സ്മെൻറ്റ് 15/6/2024, ഇൻട്രസ്റ്റ് റേറ്റ് ടെന്യൂർ 15 മാസത്തേക്കാണ്. EMI എമൗണ്ട് 2,094, പ്രോസസിംഗ് ഫീസ് 1,606 എല്ലാ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളും എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെയിലിൽ വരും അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതാണ് ആ ഒരു ആ ഒരു ടോപ്പപ്പ് ചെയ്തിരിക്കുന്നത്. ന്യൂ ലോൺ എമൗണ്ട് 25,000, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പൽ ഫ്രം ദി ഓൾഡ് ലോൺ 5,495 രൂപ. അപ്പോൾ അത് കാരണം ഈ ഒരു ലോൺ അപ്രൂവ് ആകുന്ന ആ ദിവസം വരെ അവർ ആ ഒരു പഴയ ലോണിൻ്റെ ഇൻട്രസ്റ്റ് അവർ കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് 5,495 എന്ന് പറയുന്ന ഒരുമിച്ച് പേ ചെയ്തത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സംശയത്തിൻ്റെ ഒരു കാര്യവും വേണ്ട. കാരണം ഇവരിത് ചോദിക്കുന്നത് സാലറി ബേസ്, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അവർ എങ്ങനെ നമുക്കിത് തിരിച്ചടയ്ക്കും അല്ലെങ്കിൽ ഈ കസ്റ്റമർ എടുത്താൽ തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ നിർബന്ധമായി നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് സാലറിയാണെന്ന് കൊടുക്കണം. സെൽഫ് എംപ്ലോയിഡോ ബിസിനസ്സോ ഒന്നും തന്നെ കൊടുക്കരുത്. സാലറി ഒരു 25 രൂപ കൊടുക്കുക. അതേപോലെ തന്നെ മുമ്പ് ഏതെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ലാന്ന് തന്നെ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സാലറി സ്ലിപ്പ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയും. സ്റ്റേറ്റ്മെൻറ്റ് ചില കേസിൽ എങ്ങനെ പറയുള്ളൂ, സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇദ്ദേഹത്തിന് സാലറി ഇല്ല. കാരണം സാലറി ഉണ്ടെങ്കിൽ മാസം കാണുമല്ലോ. സാലറി ഉള്ളവർ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യുക, കുഴപ്പമില്ല. അപ്പോൾ അവർ അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഒരുവിധം ബാങ്കിങ്ങും നല്ല സിബിലും ആണെങ്കിൽ അവർ വേറൊരു പേജിലേക്ക്, മണി വ്യൂയുടെ തന്നെ വേറൊരു പേജിലേക്ക് നമ്മളെ റീഡയറക്റ്റ് ചെയ്യും. ആ പേജിൽ നിങ്ങൾക്ക് പറയും യു ആർ എലിജിബിൾ ഫോർ 15,000 അല്ലെങ്കിൽ 25,000 ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ സിബിൽ സ്കോർ ആൻഡ് ബാങ്കിങ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ലോൺ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ എന്നോട് ഒരുപാട് പേര് ചോദിച്ചു, സാലറി ഇല്ലാതെ ഫസ്റ്റ് ടൈമിൽ തന്നെ 15,000 അല്ലെങ്കിൽ 25,000
രൂപ കിട്ടുന്ന ആപ്ലിക്കേഷൻസ് ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പിൽ നിങ്ങൾക്ക് സുനിശ്ചിതമായിട്ടും എമൗണ്ട് കിട്ടും. ശ്രദ്ധിക്കുക, നിങ്ങൾ RBI ആപ്പിൽ നിന്ന് എടുക്കുന്ന ലോണുകൾ കറക്റ്റ് സമയത്തിന് തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ സിബിലിൽ നിങ്ങൾക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകും, വലിയ ഇഷ്യൂസ് ഉണ്ടാകും. ഫ്യൂച്ചറിൽ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വണ്ടിയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോൺ വേണമെങ്കിൽ അത് നിങ്ങൾ ഭയങ്കര വിഷമത്തിലാകും. ഓക്കെ, അതുകൊണ്ട് തീർച്ചയായിട്ടും അടയ്ക്കുക. കാരണം ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ 2-3 സബ്സ്ക്രൈബർ വീറൈസിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഗൾഫിൽ പോയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിബിൽ ഏത് തരത്തിൽ താണു പോകുമെന്ന് അറിയില്ല. ഇപ്പോൾ ഒരു NRI ലോൺ എടുക്കണമെങ്കിലും സിബിൽ വേണം. ഏത് ലോൺ വേണമെങ്കിലും RBI അപ്രൂവൽ രജിസ്റ്ററുള്ള ആപ്പിൽ നിന്ന് എടുക്കണമെങ്കിൽ, ബാങ്കിൽ നിന്നായിക്കോട്ടെ, എവിടെ നിന്ന് എടുക്കണമെങ്കിലും സിബിലില്ലാതെ നടക്കില്ല. അപ്പോൾ സിബിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എല്ലാ കൂട്ടുകാരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.